ഇന്ന് നമുക്കൊരു അനാബസ് ബിരിയാണി ഉണ്ടാക്കിയാലോ. എന്താ ഈ അനാബസ്? ഇതാണ് സാധനം, അനാബസ്. ഇതൊരു വിയറ്റ്നാം കോഴി അനാബസ് ആണ്. ഇത് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഒരു ഫാമിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ കരിപ്പിടിയുടെ അപ്ഡേറ്റഡ് വേർഷൻ, അതായത് നമ്മുടെ നാടൻ തിലാപ്പിയും ഗിഫ്റ്റ് തിലാപ്പിയും പോലെ. കല്ലട, കല്ലത്തി, കറുപ്പ്, കല്ലേമുട്ടി, കല്ലടമുട്ടി, കൈതമുള്ളൻ, കരട്ടി, അണ്ടിക്കള്ളി, കല്ലേരി, ചോവനക്കൊല്ലി, കല്ലുരുട്ടി, കൈതക്കോര, കരിങ്കണ്ണി, ക്ലൈംബിംഗ് ഗൗരാമി, ക്ലൈംബിംഗ് പേർച്ച്, ഇങ്ങനെ പ്രാദേശികമായിട്ട് പല പേരുകളും അനാബസിനുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം അനാബസ് ടെസ്റ്റഡീനിയസ് എന്നതാണ്. ഇന്ത്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. നല്ല കട്ടിയുള്ള ചെതുമ്പലാണ് ഈ അനാബസിൻ്റേത്. മുകളിലും താഴെയും നല്ല കട്ടിയുള്ള മുള്ളുകളും ഉണ്ട്. ഈ അനാബസിൻ്റെ ചെകിളയുടെ അറ്റം രണ്ടും തുറന്നു പിടിച്ച് കരയിലൂടെ പ്രത്യേക രീതിയിൽ നടക്കാനുള്ള ഒരു കഴിവ് അനാബസിനുണ്ട്. കണ്ടോ, ഈ ഭാഗം ശരിക്കും തുറന്ന് കൈ പോലെ നിൽക്കും, എന്നിട്ട് അത് കുത്തി നടക്കും. ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ ചെതുമ്പലിനും തൊലിക്കും. ഏതൊക്കെയാണെങ്കിലും നമുക്കിനി ക്ലീൻ ചെയ്ത് പീസാക്കി എടുക്കാം. നമ്മളിതിൻ്റെ തൊലി ഉരിച്ച് ഇങ്ങനെയാണ് എടുക്കാറ്. അപ്പോൾ ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, ഒരു നാരങ്ങയുടെ നീര്. ഇനി ശരിക്കും കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ശരിക്കും മീനിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഒരു 10 മിനിറ്റെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് ബിരിയാണിക്കുള്ള അരി ഒന്ന് കഴുകി കുതിർത്താനായിട്ട് വയ്ക്കാം. ചെറിയ അരിയാണ് കേട്ടോ. അങ്ങനെ കഴുകി കുതിർത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. തിരിച്ചിടാം. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ അനാബസ് കൂട്ടാൻ പോകുന്നത്. വലിയ പ്രതീക്ഷയാണ് അനാബസിൽ. അങ്ങനെ നമ്മുടെ അനാബസ് വെന്തു. ഇനി കോരിയിടാം. എണ്ണ പിന്നെ നമുക്ക് ബാക്കി ഉള്ള മീൻ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്രേവി ആക്കി എടുക്കണം. കുറച്ച് സവോള, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഫിഷ് മസാലയും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കും കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് ഈ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ചില സംഭവങ്ങളൊക്കെ ഇച്ചിരി കൂടുതലും ചിലത് ചേർക്കുന്നുമില്ല. കുറച്ച് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നാലൊരു ചാറ് പോലെ കിട്ടത്തുള്ളൂ. ഇതിലേക്കൊരു ഇച്ചിരി ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മീൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു സവോള, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കറിവേപ്പില ഇത് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വരുമ്പോഴത്തേനും സവോള കൂടി ഇട്ടൊന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില ഇതിലും ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയുടെ ഇരട്ടി വെള്ളവും ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഇടുമ്പോൾ എപ്പോഴും ഇരട്ടി വെള്ളം ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു ചെറുനുള്ള്. ഇനി ഇത് മൂടി വച്ചേക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചോറ് നമുക്ക് ആവശ്യമില്ല. ഈ അനാബസിൻ്റെ ബിരിയാണി ഇവിടെ ഞാനൊരാൾ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ദമ്മാക്കാനായിട്ട് ഒരു മൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് മീനുമാണ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ളത് മാത്രം. നമ്മൾ വെച്ചതിൻ്റെ പകുതി ചോറ് പോലും ഇടുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കാം. നാടൻ നെയ്യാണ് കേട്ടോ. കുറച്ച് ക്യാരറ്റ്, പുതിനയില, മല്ലിയില ഇത് കുഞ്ഞിതാക്കി അരിഞ്ഞത് ഒന്ന് തൂളി കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം വറുത്തെടുത്ത സവോള, കറിവേപ്പില, പിന്നെ അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും ഫുള്ളിട്ടു. സവാള കുറച്ചായിട്ടുള്ളൂ. ഒത്തിരി സവാള എനിക്കിഷ്ടമല്ല. ഇനി ഇത് മൂടി വയ്ക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം ഇത് തുറക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ അനാബസ് കൂട്ടാൻ പോകുന്നത്. പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ ബിരിയാണി വെച്ചു. ബിരിയാണി മറ്റേ അനാബസ് വെച്ച് മറ്റേ ആരും ഉണ്ടാക്കാറില്ലെന്ന് തോന്നുന്നു. ചുമ്മാ ഇതൊക്കെ ഒരു പരീക്ഷണം. നോക്കാം. നല്ല ചൂടാണ്. ടേസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും അനാബസിൻ്റെ ഇറച്ചിക്ക് ടേസ്റ്റ് തോന്നുന്നത് നമ്മുടെ നാടൻ മുഷിയുടെ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. എന്താണേലും ബിരിയാണി നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ സെറ്റ് ചെയ്യുക. നമ്മൾ ഫാമിംഗ്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്.